ഇവിടത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും പ്രതീക്ഷയോടെ നിങ്ങളെയാണ് നോക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ വരാം, പ്രവർത്തിക്കാം, പ്രസംഗിക്കാം. വോട്ട് ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ? ആർക്കേ പറ്റുള്ളൂ? നിങ്ങൾക്കേ പറ്റുള്ളൂ. നിങ്ങളെ ഉറ്റുനോക്കുക. നിങ്ങൾ ഉറ്റുനോക്കിയിട്ടുണ്ടാവും പലയിടത്തും. പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്? ആര് ജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കണം നിങ്ങൾ ആഗ്രഹിച്ചു. വടകര തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം നിങ്ങൾ ആഗ്രഹിച്ചു? എന്നിട്ട് ജയിച്ചോ? ജയിച്ചോ? പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്ന് ആഗ്രഹിച്ച്? ചാണ്ടി ഉമ്മൻ. അപ്പൊ നിങ്ങൾക്ക് വോട്ട് പുതുപ്പള്ളിയിലുണ്ടോ? തൃക്കാക്കരയിലുണ്ടോ? പാലക്കാടുണ്ടോ? വടകരയിലുണ്ടോ? എവിടെ ഇല്ലാഞ്ഞിട്ടും നിങ്ങൾ ആഗ്രഹിച്ചു അവിടെ എന്നെ ആൾക്കാർ ജയിക്കണമെന്ന്. ഇപ്പോ കേരളം മുഴുവൻ ആഗ്രഹിക്കുകയാണ്. നിലമ്പൂരിൽ നിന്ന് കേരളത്തിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കണമെന്ന് കേരളം മുഴുവൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട VT ബൽറാം, അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ആർദ്രമായി ആണോ? എന്നാ ഞാൻ എന്റെ പ്രസ്താവന പിൻവലിച്ചു. മൂപ്പരത്രങ്ങളെ പുരയിൽ വന്ന് വിളിച്ചതല്ല. അപ്പോ ഒരു റൗണ്ട് മൂപ്പരും കൂടെ നിങ്ങളെ കൂടെ നടന്നു. അപ്പൊ ഇവിടെ വേറെ പ്രസംഗത്തിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പം നേതാക്കന്മാരെല്ലാരും ഉണ്ട്. ഞങ്ങൾ എന്തിനാ വന്നിരിക്കുന്നൊരു ചോദ്യം നിങ്ങളെ മനസ്സിലുണ്ടാവും. ഞങ്ങൾ നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വന്നതല്ലേ? ആണോ? ആണോ? അല്ലേ? അല്ല, വോട്ട് ചോദിക്കാൻ വന്നതേ അല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ഇങ്ങനെ മഴ പെയ്യുമ്പോ വീട്ടിലിരിക്കാതെ കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇരിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പിന്നെ വോട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളോട് വോട്ട് ചോദിക്കണേന്ന് പറയാൻ വേണ്ടി വന്നതാ ഞങ്ങൾ. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളോട് ചോദിക്കാൻ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ചോദിക്കാൻ, നിങ്ങളുടെ പരിചയങ്ങളിൽ ചോദിക്കാൻ, അയൽവക്കത്ത് ചോദിക്കാൻ, കല്യാണം കഴിച്ചയച്ചിടത്ത് ചോദിക്കാൻ, കഴിച്ചു കൊണ്ടുവന്നിടത്ത് ചോദിക്കാൻ, മക്കൾ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കളോട് ചോദിക്കാൻ, ഓട്ടോക്കാരനോട് ചോദിക്കാൻ, ബസ്സിൽ ചോദിക്കാൻ, കടയിൽ ചോദിക്കാൻ. എവിടെയൊക്കെ ഒരു വാക്ക് നിങ്ങൾക്ക് നമുക്ക് വേണ്ടി പറയാൻ പറ്റുമോ? ഇത്തവണ നിങ്ങൾ അത് പറയണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ പറയോ? ഉറപ്പായിട്ട് പറയോ? ഞങ്ങളൊക്കെ ചോദിച്ചതിനേക്കാളും വോട്ട് നിങ്ങൾ ചോദിച്ചാൽ കിട്ടും. ഞങ്ങളിപ്പോ ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും വോട്ടാ. പക്ഷെ ഇവിടെ വരാത്ത ആളുകളോട് നിങ്ങൾ ചോദിച്ചാലേ കിട്ടുള്ളൂ. അവരോട് ഒരു കാര്യം പ്രത്യേകം പറയണം. ഈ ഭരണത്തെ തോൽപ്പിക്കണമെങ്കിൽ, ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഇങ്ങനെ വോട്ട് ചെയ്തിട്ടും കാര്യമില്ല, ഇങ്ങനെ വോട്ട് ചെയ്തിട്ടും കാര്യമില്ല, ഇങ്ങനെ വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് നിങ്ങൾ പറയണം. വേറെ എവിടെയെങ്കിലും പോയി വോട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഈ വോട്ടിനിപ്പോ നിങ്ങൾക്ക് ഭരണത്തോട് വിരോധം ഉണ്ടെന്ന ഒരു വോട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചാ അതുകൊണ്ട് കാര്യങ്ങൾ നടപടിയാവൂല. അവരെ തോൽപ്പിക്കാൻ ആർക്കേ കഴിയുള്ളൂ? ഈ ഭരണത്തിന്റെ അഹങ്കാരത്തെ തോൽപ്പിക്കാൻ ചേച്ചി ആർക്കേ കഴിയുള്ളൂ? ചേച്ചി കാണിച്ച ചിഹ്നം ഇപ്പോ കയ്യിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF-നാണ് അതിന് സാധിക്കുള്ളൂ. വേറെ എവിടെ വോട്ട് ചെയ്താലും ഉദ്ദേശിച്ച കാര്യം നടക്കൂല. അതുകൊണ്ട് വോട്ട് പാഴായി പോകരുത്. ഒരുപാട് ആളുകൾ ഇനിയിപ്പോ കേരളത്തിന്റെ മൊത്തം കാര്യം നമ്മുടെ 15 വയസ്സുള്ള ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഷോക്കേറ്റ് മരിച്ചു അല്ലെ? വെറും 15 വയസ്സുള്ള ഒരു കുട്ടി. കാലിന്റെ മുട്ടിൽ ചെറിയൊരു തൊലി പോയാ, മക്കളെ പോയാൽ നിങ്ങൾക്ക് സഹിക്കും. ഞാനിപ്പോ ഇന്നലത്തെ മിഞ്ഞാനത്തെ യോഗത്തിലൊക്കെ എന്റെ കാലിന് ചെറിയൊരു മുറിയായിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിലായിട്ട് ചെറിയൊരു കുഞ്ഞു മുറി. എന്റെ പെരക്കാര് പറഞ്ഞ പോലെ ഇത്രയും വളർന്നു, മൈക്കിൽ കൂടെ പറയാൻ പറ്റില്ല, പോത്ത് പോലെ വളർന്നു എന്നൊക്കെ പറഞ്ഞു ചീത്ത പറയും ഒപ്പിയും. എന്നിട്ട് അത്രയും വളർന്ന് എന്റെ കാലിന് ചെറിയൊരു മുറിയായി എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കുക, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇന്നൊരു ദിവസം അവിടെ ഇരുന്നൂടെ, എന്താ അങ്ങോട്ട് വന്നൂടെ, ഇനി എന്തിനാ പിന്നെ പ്രസംഗിക്കാൻ പോകുന്നത്, എന്തിനാ പ്രവർത്തിക്കാൻ? ഒരു ചെറിയ മുറി ആയാലും ആ വീട്ടിലുള്ളവർ അങ്ങനെയാ. അവർക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും പറ്റുന്ന സഹിക്കും, അവർക്ക് സഹിക്കില്ല. പക്ഷെ 15 വയസ്സുള്ള ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചിട്ടുണ്ട്. ആ കുടുംബം വല്ലാത്ത വേദനയിലും പ്രയാസത്തിലും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി വന്നിട്ട് പറയാണ്, ഈ മരണത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കണം എന്നൊരു മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രൂരതക്ക് ഇനി നിലമ്പൂരിന്റെ മണ്ണിൽ വോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ മാറ്റിയേ പറ്റൂ. 1000-ഓളം ആളുകളാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഈ കാലയളവിൽ ഇവിടെ മരണപ്പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ സാഹിബ് നമ്മുടെ മലയോര ജാഥക്ക് വന്നപ്പോൾ 2 കുടുംബം താഴെ വന്ന് നിന്നു. 6 മാസം മുമ്പ് 2 ആഴ്ചക്കിടെ 2 പേരെ ഈ നാട്ടില് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബങ്ങൾ വന്ന് കണ്ണീരോടെ വന്നിരിക്കുക. ഇതിന്റെ തൊട്ടപ്പുറത്ത് 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു കടുവ കടിച്ചു കൊണ്ടുപോയി കൊന്നത് കൂടെയുള്ള ആളുകൾക്ക് കണ്ടു നിൽക്കേണ്ടി വരിക. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മുടെ രാഷ്ട്രീയം മുഴുവൻ നിങ്ങൾ മാറ്റിവെച്ചോ? മലയോര മേഖലയിൽ താമസിക്കുന്ന നാട്ടിലെ ഏതെങ്കിലും ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള ധൈര്യം തോന്നുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഏത് പാർട്ടിക്കാരനോ ആവട്ടെ, ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? കൃഷിയും സ്വത്തും മതവും ഒക്കെ നഷ്ടപ്പെടുന്ന പോട്ടെ, ജീവൻ രക്ഷിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയാവുന്ന എന്തെങ്കിലും സംവിധാനം അവിടെ ഉണ്ടോ? അത് കേരളത്തിൽ ആ പ്രയാസം അനുഭവിക്കുന്ന മൊത്തം ആളുകളും നിലമ്പൂരിനെ നോക്കിയിരിക്കുക.
ആശാ വർക്കർമാർ ഇന്നലെ വന്ന് ഇറങ്ങി. പാവങ്ങൾ എന്താ ചോദിച്ചത്? ഞങ്ങൾക്കൊരു ലേശം കൂലി തരണേന്ന്, ഞങ്ങൾക്ക് തരുന്ന കൂലി എല്ലാ മാസവും തരണേന്ന്. അത് പറഞ്ഞ് കരഞ്ഞ് അവര് സമരം ചെയ്തിട്ട് അവരുമായി ചർച്ചയില്ല, അവരെ വിളിച്ചിരുത്തുന്നില്ല. അഖില ഭാരത ഹിന്ദു മഹാസഭയോട് വരെ ചർച്ച ചെയ്യാൻ തയ്യാറുള്ളവർ ആശാ വർക്കർമാരോട് ചർച്ചയ്ക്ക് തയ്യാറല്ല, അവർക്ക് താല്പര്യമില്ല. പാവങ്ങള് അവർ കൂലി ചോദിക്കുമ്പോ, വേതനം ചോദിക്കുമ്പോ ലേശം അത് മാസം മാസം തരണം എന്ന് പറയുമ്പോ അവരോട് അവർ കഴിഞ്ഞ ദിവസം വിജയരാഘവൻ പറയാണ് അത് അരാജകത്വമാണെന്ന് സമരം. അവര് തോക്കും കത്തി മണാളം എടുത്തിട്ടല്ലല്ലോ സമരം ചെയ്യുന്നത്. പട്ടിണി കിടന്നിട്ട് സമരം ചെയ്യല്ലേ, വെയിൽ കൊണ്ടിട്ട് സമരം ചെയ്യല്ലേ, മഴ കൊണ്ടിട്ട് സമരം ചെയ്യല്ലേ, മുട്ട് കഴിഞ്ഞിട്ട് സമരം ചെയ്യല്ലേ, തലമുണ്ടനം ചെയ്തിട്ട് മുടി കളഞ്ഞിട്ട് ആ റോട്ടിൽ നിന്നിട്ട് കരയല്ലേ ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട്. അതിന് കൊടുക്കാൻ 10 പൈസയില്ല. പക്ഷെ ഇവരുടെ സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കാൻ 100 കോടി ചെലവഴിക്കാൻ മടിയില്ലാത്തൊരു ഗവൺമെന്റിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ പാവപ്പെട്ട ആശാ വർക്കർമാർ ആഗ്രഹിക്കുമ്പോ അവരോട് നിലമ്പൂരിലെ ജനത അവരോട് പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പിലൂടെ പേടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ തീരുമാനം എടുത്തോളാം എന്ന് ഈ നാട്ടിലെ ജനത പറയുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറണമെന്ന് അവരാഗ്രഹിക്കുകയല്ലേ. പ്രിയപ്പെട്ടവർ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നേതാക്കന്മാരുള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങളിൽ ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത് കേരളത്തിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്ന അവസരം നിങ്ങൾ ഒരാൾ പോലും ഒഴിയാതെ എല്ലാവരോടും ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഒറ്റ വാക്ക് നിങ്ങൾ തരണം. നിങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് ഫോൺ എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, നേരിട്ടാണെങ്കിൽ അങ്ങനെ 10 ആളോട് നിങ്ങളൊന്ന് വോട്ട് ചോദിക്കുമെന്ന് ഉറപ്പോ. ഗീത അപ്പുറത്ത് കൂടെ പോകുമ്പോൾ അവന്റെ ഗീത ഒന്നും കൂടെ വന്നാന്ന് പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് ഗീത ആർക്കാ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇത്തവണ അങ്ങനെ പറ്റൂല ഗീത, നമുക്കാണെങ്കിൽ അതൊന്ന് അഭിനന്ദിച്ച്, അല്ലെങ്കിൽ അങ്ങനെ പറ്റൂല ഗീത, ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ഒന്ന് കയ്യിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആയിഷ പോകുമ്പോ ആയിഷ ആർക്കാ വോട്ട് ചെയ്യുന്നത് വെച്ചാൽ അത് കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന, കുട്ടികളോട് വായിച്ച് 2 ആൾ ഇപ്രാവശ്യം കയ്യിൽ ചെയ്താലേ നാട്ടില് സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു വർക്കുകൾ നടത്തി തരുമോ? ഉറപ്പാണോ? നിങ്ങളോട് പിന്നെ ചോദിക്കാം, ആദ്യം ഇവരോട് നിങ്ങൾ ഇറങ്ങുന്ന നമുക്കറിയാലോ. നിങ്ങൾ നടത്തി തരുമോ? അതൊന്ന് കൈയടിച്ച് പാസ്സാക്കി തരുന്ന എല്ലാവരും. ഈ കൈയടിച്ചൊക്കെ നിങ്ങൾ എഴുതിയിട്ട എഗ്രിമെന്റ് ആണ്, ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ആൾക്കാരോട് പറയുന്നുള്ള ഉറപ്പില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിലമ്പൂരിന് വേണ്ടി മാത്രം. ഇപ്പൊ നിലമ്പൂരിൽ തന്നെ അവിടുന്ന് കുഞ്ഞാൽ സാഹിബ് പുറപ്പെട്ടിട്ട് ഇങ്ങ് അറ്റി ചന്തക്കുന്ന് എത്താൻ തന്നെ 2 പഞ്ചായത്തിൽ പോണ സമയമെടുക്കും. അത്ര ദൂരമാണ് ബ്ലോക്ക്. എന്നിട്ട് അവരുടെ അനൗൺസ്മെന്റ് തന്നെ പറയാം, 9 വർഷമായിട്ട് ഇവിടെ ബൈപ്പാസിന്റെ ഒന്നും നടക്കുന്നില്ല. ഇതന്നെ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് കോളേജിലെ കുട്ടികൾ പറയും ഇതാണ് ഞങ്ങളുടെ കോളേജ്. അപ്പൊ അവിടെ നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പൊ ആൾക്കാർ ചോദിച്ചു എവിടെ കോളേജ്? അവർ പറഞ്ഞു അതന്നെ ഞങ്ങളും പറഞ്ഞു ഇവിടെ കോളേജ് തുടങ്ങിയിട്ടില്ല. തുടങ്ങിയത് വാടക കെട്ടിട മുറിയിലാണ്. ഇതുവരെ സ്വന്തം സ്ഥലമില്ല. ഇതുവരെ നമ്മുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അനുവദിച്ചു കൊടുത്തത്. എന്തൊരു സുവർണ കാലമായിരുന്നു ഈ നാടിൽ. KSRTC ബസ് സ്റ്റാൻഡ്, ഇൻഡസ്ട്രിയൽ ടെർമിനൽ ഷട്ടർ വരെ ഇട്ട് വെച്ച ബിൽഡിങ്ങിനകത്ത് അതൊന്ന് തുറന്ന് പെയിന്റ് അടിച്ച് കരണ്ടും കൊടുത്ത് ബസ്സും കൊണ്ടുവന്ന് അതൊന്നും ഇവർ ചെയ്യുന്നില്ല. സാധാരണക്കാരുടെ ഒരു കാര്യത്തിലും അവർക്ക് താല്പര്യമില്ല. നാട്ടിൽ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാവും. ഈ താമരശ്ശേരിയില് നൊന്ത് പെറ്റ മകൻ വളർത്തി വലുതാക്കിയ കുട്ടി അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു വാക്കത്തി മേടിച്ചു കൊണ്ടുവന്നിട്ട് ഉമ്മയുടെ കഴുത്തിറക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. അത് വളരണേന്ന് കൊതിച്ച് അതിന് പാല് കൊടുത്ത്, അതിന് അന്നം കൊടുത്ത്, അതിന് വസ്ത്രം കൊടുത്ത്, അതിനെ നോക്കി, അതിനെ പഠിപ്പിച്ച്, അതിന് ജോലിയാവാൻ കാത്തിരുന്ന് അതിന്റെ തണലിൽ കുടുംബം കഴിയുമെന്ന് വിചാരിച്ചെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് വാക്കത്തി കൊണ്ടുവന്ന് കഴുത്തറുത്തിട്ട് TV ക്യാമറ വരുമ്പോ ഇങ്ങനെ കാണിക്കുക അതിന്റെ മുമ്പിൽ. എന്താ ചെയ്തെന്ന് ചോദിക്കുമ്പോ എന്നെ ജനിപ്പിച്ചെന്നുള്ള കുറ്റമാണെന്ന് പറയാം. കക്കോടിയിലൊരു അമ്മ ഒരു ചേച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കരയാ, ഇപ്പൊ പോലീസ് വരണം. അവര് ചോദിച്ചു കള്ളനാണോ, തീപിടുത്തമാണോ, അപകടമാണോ, ഷോക്കാണോ? അല്ല വേഗം വരണം. പോലീസ് ഓടി ചെന്നപ്പോ എന്താ, അവരുടെ പെറ്റ മകൻ, ഈ പാവം ചേച്ചിയുടെ വയസ്സായ അമ്മയെ കൊല്ലാൻ നോക്കുക ഈ മകൻ. എന്നിട്ട് പേടിച്ച് വരച്ചിട്ട് മകനെ കൊണ്ടുപോണേന്ന് പോലീസിനോട് പറയാ. തിരുവനന്തപുരത്ത് 23 വയസ്സുള്ള ഒരുത്തൻ 5 പേരെ 79 വയസ്സുള്ള പിതാവിന്റെ ഉമ്മ തൊട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനെ വരെ കൊല്ലുക. ലഹരിയുടെ ഉപയോഗം അതുപോലെ വ്യാപകമാകുമ്പോൾ ആ മാഫിയെ നിയന്ത്രിച്ചു നിർത്താൻ ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് അതിനും മടിച്ചു നിന്നപ്പോ കേരളത്തിലെ ഉമ്മമാർ, അമ്മമാർ സമാധാനത്തിന് തേടുമ്പോ ആ സമാധാനം കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിലമ്പൂരിനുണ്ട്. നിലമ്പൂരി അരാജകത്വ സർക്കാരിനെതിരെ, ഈ മാഫിയ സർക്കാരിനെതിരെ, ഈ അഴിമതി സർക്കാരിനെതിരെ, നിലമ്പൂരിനോടുള്ള അവഗണനകൾക്കെതിരെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന വിധിയെഴുത്തിനെ കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു, കാത്തിരിക്കുന്നു. 23-ന് ആ സന്തോഷ വാർത്ത കേൾക്കാൻ നിങ്ങൾ എല്ലാവരും
19 തീയതി രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് പോകണം. മഴ പിന്നെയും കറക്കാണ്. മഴ ലേശം തോരട്ടെ വിചാരിച്ചിട്ട് ഉച്ചക്ക് നിൽക്കണ്ട, എന്നാ ഉച്ച കഴിഞ്ഞിട്ട് തോരൂ നോക്കിയിട്ട് വൈകുന്നേരത്തേക്ക് നിൽക്കണ്ട. ഇവിടെ ഉള്ളത് ഒന്ന് അടക്കി ഒതുക്കി വെക്കട്ടെ എന്ന് പറയണ്ട, ഉച്ചക്കുള്ളത് കൂടെ ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ എന്ന് പറയണ്ട. നിങ്ങൾ ആരും അത് ചോദിക്കുകയും വേണ്ട. അന്ന് മുട്ടക്കറിയൊന്നും വേണ്ട, കട്ടൻ ചായയും പഴവും കഴിച്ചാലും മതി. രാവിലെ നേരത്തെ പോയി വോട്ട് ചെയ്യാം, മറ്റെല്ലാം അതിന് ശേഷം. വാക്കാണല്ലോ, ഉറപ്പാണല്ലോ, നിലമ്പൂരിന്റെ വാക്കാണല്ലോ. അപ്പൊ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ വലിയ ദുരന്തമൊക്കെ ഉണ്ടായപ്പോ MLA ആണോ MP ആണോ സ്ഥാനാർത്ഥിയാണോ എന്നൊന്നും നോക്കിയിട്ടല്ല, ഒന്നും അല്ലെങ്കിലും ആള് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ ഇവിടെ മൃതദേഹങ്ങൾ വന്നപ്പോ കരക്കടിഞ്ഞപ്പോ വേദന തന്നൊരു ജനതയുടെ മുമ്പിൽ ആശ്വസിപ്പിക്കാൻ എത്തിയ ആളുകളിൽ അയാളുടെ മുഖം ഉണ്ടെന്ന് ഈ നാടിന് തർക്കമില്ല. അയാൾ ജനിച്ചത് നിലമ്പൂരായതുകൊണ്ട് മാത്രമല്ല, അയാളുടെ ജില്ലയും സംസ്ഥാനവും ഒക്കെ നിലമ്പൂര. അയാൾ ഉണ്ട് ഈ നാടിന്റെ കൂടെ. നമ്മുടെ കുഞ്ഞാക്കയുടെ മകനാണ്, ഈ നാടിന്റെ കൂടെ ഉണ്ട്. ഒരു അവസരം നിങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവസരം പഞ്ചായത്തിലേക്ക് കൊടുത്തപ്പോ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായി, മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തപ്പോ മികച്ച മുനിസിപ്പൽ ചെയർമാനായി, ഇനി MLAക്ക് കൊടുത്താൽ കുഞ്ഞാൽ സാഹിബിന്റെ ഒക്കെ സപ്പോർട്ടോടെ അസംബ്ലിയിൽ കയറിയാൽ കേരളത്തിലെ മികച്ച MLAമാരിൽ ഒരാളായും അദ്ദേഹം മാറും. അത് കേരളം കാത്തിരിക്കുന്നു. ഞാൻ നിങ്ങളെയും VT ബലറാമിനൊക്കെ നമ്പർ നോക്കി വെച്ചിട്ടുണ്ട്, ബൂത്തിന്റെ 23 കഴിഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി. നല്ല ലീഡ് തരൂലേ ഇവിടുന്ന്? തരില്ലേ? അപ്പൊ എന്നാ പോയിട്ട് വരാം. ചായയും വെള്ളമൊന്നും ആരും പറയുന്നില്ല, എന്നാലും ശരി, പോയിട്ട് വരാം. എല്ലാവർക്കും സ്നേഹാശംസകൾ.